ഞാൻ NK പ്രേമചന്ദ്രൻ MP-യിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ, ദുഃഖമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ ഉണ്ടായത്. ഈ സംഭവത്തെക്കുറിച്ച് താങ്കളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് എന്താണ്? വളരെ വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഭവമാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 13 വയസ്സുള്ള ഒരു കുഞ്ഞ് വൈദ്യുതി ആഘാതമേറ്റ് സ്കൂൾ ക്യാമ്പസിനുള്ളിൽ മരിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായും വളരെ ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയിരുന്നു രാവിലെ നമ്മളെല്ലാവരും കേട്ടത്. അതിനാധാരമായ കാരണത്തെ സംബന്ധിച്ച് വസ്തുതാപരമായ പരിശോധന ആവശ്യമാണ്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചയും അനാസ്ഥയും ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വേണം വിലയിരുത്താൻ. കാരണം ഈ ആസ്പെക്ടോസ് ഷീറ്റ് ഇട്ട സൈക്കിളുകൾ വെക്കാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഷെഡ്, അതിന്റെ മുകളിൽ കയറി നിൽക്കുന്ന ഒരാൾക്ക് എളുപ്പത്തിൽ തന്നെ ലോ ടെൻഷൻ ഇലക്ട്രിക് ലൈനിൽ തൊടാൻ കഴിയുമെന്നൊരു സ്ഥിതി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷാ രംഗത്തെ ഗുരുതരമായ വീഴ്ചയാണ്. കാരണം സ്വാഭാവികമായും കുട്ടികളാണ്, കളിക്കുന്ന ക്യാമ്പസാണ്. ആ ക്യാമ്പസിനുള്ളിൽ ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ മുകളിലേക്ക് ഒരു കുട്ടി പന്തോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങളോ വീണ്ടെടുക്കാൻ കയറിയാൽ പോലും തൊട്ട് മുകളിലായി കയ്യെത്തുന്ന ദൂരത്തിൽ തന്നെ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുരക്ഷാ രംഗത്ത് പരിശോധിക്കേണ്ടുന്ന ഒരു വിഷയമാണ്. മാത്രമല്ല, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് CPM-ന്റെ നിയന്ത്രണത്തിലും നേതൃത്വത്തിലുമുള്ള ഒരു സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ്, ഒരു ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സ്കൂൾ നടത്തുന്നത്. തീർച്ചയായും